വെരി ഗുഡ് മോർണിംഗ്. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാൾ. ഇത്തവണ നോമ്പ് 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. വ്രതത്തിലൂടെ നേടിയ പവിത്രതയും ചൈതന്യവും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് ഓരോ വിശ്വാസിയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിടുന്നു. ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. 50ഓളം ആശമാർ ഇന്ന് സമരപന്തലിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കും. റീ എഡിറ്റ് പൂർത്തിയാക്കിയ എമ്പുരാനുടൻ തിയേറ്ററുകളിലെത്തും. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ചിത്രമെത്തുമെന്നാണ് തിയേറ്റർ ഉടമകൾക്ക് ലഭിച്ച വിവരം. ആദ്യ ഭാഗങ്ങളിലെ 3 മിനിറ്റ് രംഗമാണ് വെട്ടിയത്. വിവാദമായ വില്ലന്റെ ബജ്റംഗി എന്ന പേരും മാറ്റി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ 400 ഏക്കർ വനഭൂമി ലേലം ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ആക്ഷൻ കൌൺസിൽ. രാത്രി വൈകിയും പ്രധാന ഗേറ്റിനു മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ക്യാമ്പസിലെ ഈസ്റ്റ് ഗേറ്റ് പോലീസ് പൂട്ടി. ഇന്നലെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുകാന്ത് സുരേഷ് ഒളിവിൽ. ഇമിഗ്രേഷൻ IB ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുകാന്ത് ഒളിവിൽ പോയത്. സുകാന്ത് ഒളിവിൽ പോയതിൽ പോലീസിനെ കുറ്റപ്പെടുത്തി മേഘയുടെ കുടുംബം രംഗത്തെത്തി. മേഘയുടെ കുടുംബം ഇന്ന് തിരുവനന്തപുരത്തെത്തും. കോഴിക്കോട് 13 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ പുനെ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ കുട്ടി കയറിയിട്ടുണ്ടെന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വേദവ്യാസ സൈനിക സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ ബീഹാർ സ്വദേശി സൻസ്കാർ കുമാറിനെ കാണാതായത്. മ്യാൻമാർ ബാങ്കോക്ക് ഭൂചലനത്തിൽ മരണം 1700 3000-ലധികം പേർക്ക് പരിക്കേറ്റതായി വിവരം. ദുരന്ത മേഖലയിൽ 3ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുന്നു. രക്ഷാദൌത്യത്തിനിടെ തുടർചലനങ്ങളുണ്ടായതായും റിപ്പോർട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള മാൻഡലെ നഗരത്തിലാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ അന്വേഷണം ആരംഭിച്ച റെയിൽവേ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. ഗുരുതര പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകും. സായുധ സേനകൾക്ക് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ മണിപ്പൂരിൽ 6 മാസത്തേക്ക് കൂടി നീട്ടി. 13 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇത് ബാധകമല്ല. നാഗാലാൻഡിലെ 8 ജില്ലകളിലും മറ്റ് 5 ജില്ലകളിലെ 21 പോലീസ് സ്റ്റേഷൻ പരിധികളിലും 6 മാസത്തേക്ക് കൂടി അഫ്സ്പ നീട്ടി. മണിപ്പൂരിൽ സായുധ സേന നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. തൃശൂർ ചാലക്കുടി പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് KCYM യൂണിറ്റിന് 2023-24 മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് പുരസ്കാരം നൽകിയത്. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുരിയാട് തരിശുരഹിത പഞ്ചായത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സംഘാടക സമിതി രൂപീകരിച്ചു. കൃഷിവകുപ്പ്, ക്ഷീരസംരക്ഷണ വകുപ്പ്, ജലസേചന വകുപ്പ്, കാർഷിക സർവകലാശാല തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് തരിശുകിടക്കുന്ന സ്ഥലങ്ങൾക്ക് പുതുജീവൻ നൽകാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരിക്കടത്തടക്കമുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാനായി കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോണിന് കന്യാകുമാരിയിൽ സമാപനം. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച പശ്ചിമ തീരയാത്രയും പശ്ചിമബംഗാളിൽ നിന്ന് ആരംഭിച്ച കിഴക്കൻ തീരയാത്രയും കന്യാകുമാരിയിൽ സംഗമിക്കുന്നതോടെയാണ് സൈക്ലത്തോൺ സമാപിക്കുക. ഇടുക്കി നെടുങ്കണ്ടത്തെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ സജ്ജമായില്ല. കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയത്തിലെ പുല്ല് വെള്ളമൊഴിക്കാതെ പൂർണ്ണമായും നശിച്ചു. രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തേത്. കോട്ടയം പുല്ലരിക്കുന്നിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ. ലക്ഷങ്ങൾ നൽകി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ നിലവിലുള്ള സ്റ്റുഡിയോയോ ഉപയോഗിക്കാൻ അവസരം നൽകുന്നില്ലെന്നാണ് ആരോപണം. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി.
കോട്ടയം ചിറക്കടവ് ഹാപ്പിനെസ് പാർക്ക് സജ്ജം. ആനക്കയം മഞ്ഞാവി കുടിവെള്ള പദ്ധതിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത്. 3 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. പത്തനംതിട്ട ചിറ്റാറിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് കുഞ്ഞിന് പരിക്കേറ്റു. 7 വയസ്സുള്ള കുഞ്ഞിനാണ് സാരമായി പരിക്കേറ്റത്. കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂരിൽ വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചതിന് പിന്നാലെ ജീപ്പ് ഡ്രൈവർ ജീവനൊടുക്കി. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. ജോഷിയുടെ വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് 35 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയിരുന്നു. കോഴിക്കോട് നാദാപുരത്ത് പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെ പടക്കം പൊട്ടി 2 പേർക്ക് ഗുരുതര പരിക്ക്. കല്ലാച്ചി സ്വദേശി മുഹമ്മദ് ഷഹറാസ്, പൂവള്ളതിൽ റയീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ച് റോഡിലേക്ക് എറിയുകയായിരുന്നു. ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. അധികാരത്തൊടി സ്വദേശി അൻവറിനെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊണ്ടോട്ടി സ്വദേശി റെജില കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി വിജയകരമായി നടത്തി. സർജിക്കൽ ഓങ്കോളജി വിഭാഗമാണ് നേപ്പാൾ സ്വദേശിയായ 3 വയസ്സുകാരന് റോബോട്ടിക് സർജറി നടത്തിയത്. 3-ാം ദിവസം കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പാണക്കാട് വീട്ടിലെത്തി പെരുന്നാൾ ആശംസകൾ നേർന്ന് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത. ഇന്നലെ രാത്രിയാണ് മെത്രാപ്പോലീത്ത പാണക്കാട് എത്തിയത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കോട്ടയം മുണ്ടക്കയത്ത് ബൈക്ക് ജീപ്പിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പാലൂർക്കാവ് മൂലയിൽ അജിത്താണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവാവ് പരിക്കുകളോടെ ചികിത്സയിലാണ്. തിരുവനന്തപുരം വർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, അഖില എന്നിവരാണ് മരിച്ചത്. ഉത്സവം കണ്ടുമടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞിട്ടും ആലപ്പുഴയിൽ നെല്ല് സംഭരണം ആരംഭിച്ചില്ല. നെല്ലിടാൻ സ്ഥലമില്ലാത്തതിനാൽ വിളവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കാതെ കർഷകർ ദുരിതത്തിൽ. കാവാലം കൃഷിഭവൻ പരിധിയിലെ കർഷകരാണ് ദുരിതത്തിലായത്. ആലപ്പുഴ കൈതപ്പുഴ കായലിൽ കായൽ കയ്യേറി ബണ്ട് സ്ഥാപിച്ചതായി പരാതി. മത്സ്യത്തൊഴിലാളികളുടെയും ധീവരസഭയുടെയും പരാതിയെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകി. 1 ഏക്കറിലധികം വരുന്ന ഭാഗത്ത് കായലിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളി കുഴിച്ചെടുത്താണ് ബണ്ട് സ്ഥാപിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി 98.46 കോടി അനുവദിച്ചു. നവീകരണ പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പത്തനംതിട്ട മൈലപ്ര പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി പരാതി. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ഹോസ്റ്റലുകളുടെ മെസ് ചാർജായി 5 കോടി രൂപ കൂടി അനുവദിച്ചു. ഇതോടെ ഈ സാമ്പത്തിക വർഷം ഹോസ്റ്റലുകൾക്കുള്ള മെസ് ചാർജായി അനുവദിച്ച ആകെ തുക 17.09 കോടിയായി. കോട്ടയം കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡിൽ ദുരിതയാത്ര. മഴ പെയ്തതോടെ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് അപകടങ്ങൾ പതിവായി. സ്മാർട്ട് വില്ലേജ് ഓഫീസായി നവീകരിക്കാൻ പദ്ധതിയിട്ട കൊല്ലം തിങ്കൾക്കരിക്കം വില്ലേജ് ഓഫീസ് 3 വർഷം കഴിഞ്ഞിട്ടും വാടക കെട്ടിടത്തിൽ തന്നെ. റവന്യൂ വകുപ്പിന് വിട്ടുകിട്ടിയ വനഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ മതിയായ രേഖകളില്ലാത്തതാണ് നിർമ്മാണത്തിന് തിരിച്ചടിയായത്. ബജറ്റിൽ 40 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശബരിമല പാതയോട് ചേർന്ന് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയിടത്തിന് ബ്രേക്ക്. ശുചിമുറികൾ അടഞ്ഞ് മലിനജലം പുറത്തൊഴുകിയത് മൂലമാണ് പ്രവർത്തനം തടസ്സപ്പെട്ടത്. വടശ്ശേരിക്കര ടൗണിലെ ബസ് സ്റ്റോപ്പിലാണ് പഞ്ചായത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ വഴിയിടം നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വീണ്ടും ട്രാക്ക് തെറ്റുന്നു. ഒഴിഞ്ഞ കോണുകളിലും സ്വകാര്യ ഭൂമിയിലും ലോഡ് കണക്കിന് മാലിന്യം കുമിഞ്ഞുകൂടി. നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ. ആദിവാസി മേഖല ഉൾപ്പെട്ട അച്ചൻകോവിലിൽ ആംബുലൻസ് സേവനം വേണമെങ്കിൽ തമിഴ്നാട്ടുകാർ കനിയണം. കഴിഞ്ഞ ദിവസം കോട്ടവാസൽ 4-ാം വളവിൽ വാൻ മറിഞ്ഞ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സേവനത്തിനെത്തിയത് തമിഴ്നാട്ടിലെ ആംബുലൻസ്. കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസ് മാസങ്ങളായി കട്ടപ്പുറത്താണ്.
പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ പ്രധാന പാതയായ പെരിങ്ങോട് കൂറ്റനാട് റോഡ് അറ്റകുറ്റപ്പണി തുടങ്ങി. അറ്റകുറ്റപ്പണികൾക്കായി ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇടുക്കി ദേവികുളത്ത് KSRTCയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മാലിന്യം തള്ളൽ കേന്ദ്രമായി. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ തൊഴിലാളികൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് തള്ളുന്നത്. മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകി. കോട്ടയം കളക്ടറേറ്റ് വളപ്പിലെ ജില്ലാ പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ 2 ദിവസത്തിനകം മാറ്റും. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് അവശിഷ്ടങ്ങൾ നീക്കേണ്ടത്. ഇനി പ്രധാന അറിയിപ്പുകളാണ്. പത്തനംതിട്ട കല്ലൂപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ 2024-25 വർഷത്തെ കെട്ടിട നികുതി, ഫീസ് എന്നിവ ഇന്നും അടയ്ക്കാം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പ്രവർത്തിക്കുമെന്ന് സെക്രട്ടറി. പത്തനംതിട്ട മല്ലപ്പള്ളി, പുല്ലാട് റവന്യൂ കൌണ്ടറുകൾ ഇന്ന് പ്രവർത്തിക്കും. വിച്ഛേദിച്ച കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്നതിനും കുടിശ്ശിക അടയ്ക്കുന്നതിനും മറ്റിതര സേവനങ്ങൾക്കും അവസരം. കോട്ടയം ആർപ്പൂക്കരയിൽ നികുതി സ്വീകരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഇന്നും പ്രവർത്തിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ നികുതി അടയ്ക്കാം. നാളെ വരെ പിഴ പലിശ ഒഴിവാക്കി. കൊല്ലം പുനലൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് വാർഷിക കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഇന്ന് പ്രവർത്തിക്കും. എല്ലാ ഇടപാടുകാരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി തിരുവനന്തപുരം ഡിവിഷന് കീഴിലെ റെയിൽവേ റിസർവേഷൻ കേന്ദ്രങ്ങൾ ഇന്ന് ഒരു ഷിഫ്റ്റിലാകും പ്രവർത്തിക്കുക. രാവിലെ 8 മണി മുതൽ 2 മണി വരെയുള്ള സമയം ടിക്കറ്റ് റിസർവേഷനായി ഉപയോഗിക്കാം. കേരള വാട്ടർ അതോറിറ്റിയുടെ നെയ്യാറ്റിൻകര സബ് ഡിവിഷനും കാഞ്ഞിരംകുളം സബ് ഡിവിഷനും കീഴിലുള്ള റവന്യൂ കളക്ഷൻ കൌണ്ടറുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെ സേവനം പ്രയോജനപ്പെടുത്താം. ദേശീയ വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് ആരാധനാലയങ്ങളുടെ 500 മീറ്റർ ചുറ്റളവിൽ മാംസത്തിന്റെ വിൽപ്പന നിരോധിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. അടുത്ത മാസം 6-ന് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും സർക്കാർ. രാജസ്ഥാനിലെ ജലാവർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രസവത്തിന് പിന്നാലെ 2 സ്ത്രീകൾ മരിച്ചു. ആശുപത്രിക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. അന്വേഷണത്തിന് ഉത്തരവിട്ട് അധികൃതർ. ത്രിപുരയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് അയൽവാസിയെ കൊലപ്പെടുത്തി. നാട്ടുകാരുടെ ക്രൂരമർദ്ദനത്തിൽ യുവാവ് മരിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അനധികൃത പാത വഴി US-ലേക്കുള്ള മനുഷ്യക്കടലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്ത് NIA. പിടിയിലായത് ഡൽഹി സ്വദേശി ഗോൾഡി എന്ന ഗഗൻദീപ്. 2024 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം. കോൺഗ്രസ് നക്സലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ സംസ്ഥാനങ്ങളിൽ BJP സർക്കാരുകൾ അധികാരത്തിലെത്തിയ ശേഷം നക്സലിസത്തിന്റെ വേരറുത്തെന്നും നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ മോർബയിൽ വ്യാജ ബാങ്ക് ഗ്യാരണ്ടികൾ വഴി മദ്യകരാറുകൾ അനുവദിച്ചതിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. 15 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ കേസെടുത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി BJP. പട്നയിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന NDA യോഗത്തിൽ പ്രാഥമിക സീറ്റ് വിഭജന ചർച്ചകൾ നടന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴയുണ്ടാകുമെന്ന് ചെന്നൈയിലെ റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്ററിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകൾക്കാണ് അലർട്ട്. ഹിമാചലിലെ കുളുവിൽ മണ്ണിടിച്ചിൽ. 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്ക്. മംഗളൂരുവിൽ ബാങ്കിതര സ്ഥാപനത്തിൽ മോഷണശ്രമം. 2 പേർ അറസ്റ്റിൽ. വാതിൽ പൊളിച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അലാം മുഴങ്ങിയതോടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. ഹൈദരാബാദ് മെട്രോ സമയക്രമത്തിൽ മാറ്റം. അവസാന സർവീസ് 11:45-ന് പുറപ്പെടും. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് മാറ്റം. ഏപ്രിൽ 1 മുതലാണ് പുതുക്കിയ സമയക്രമം നടപ്പാക്കുക. തെലങ്കാനയിലെ മന്ത്രിസഭാ വിപുലീകരണം വൈകും. പാർലമെന്റ് സമ്മേളനം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാകും മന്ത്രിസഭാ വിപുലീകരണം.
മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ഹൈദരാബാദ് പോലീസ് മാർച്ച് 22 മുതൽ 28 വരെ നടത്തിയ പരിശോധനയിൽ 1113 പേർക്കെതിരെ കേസെടുത്തു. തമിഴ്നാട് വെല്ലൂരിലെ സാലമൻപേട്ട് റിസർവ് വനത്തിലുണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയതായി വനംവകുപ്പ്. ഇന്നലെ പുലർച്ചെയോടെയാണ് കാട്ടുതീ പടർന്നത്. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പേവിഷബാധയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ആന്റി റാബീസ് വാക്സിനായ അഭയ് റാബിന്റെ വ്യാജ പതിപ്പ് വ്യാപകമെന്ന് ഡൽഹി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. വ്യാജ വാക്സിൻ പൊതുജനാരോഗ്യത്തെ അപകടകരമായി ബാധിക്കുമെന്നും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സർക്കാർ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡിന്റെ ഉൽപ്പന്നമെന്ന അവകാശത്തോടെയാണ് വ്യാജ വാക്സിൻ എത്തുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കമിട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. P4 അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ണർഷിപ്പ് എന്നാണ് പദ്ധതിയുടെ പേര്. സമ്പന്നരുടെ പിന്തുണയോടെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യം. രാജ്യാന്തര വാർത്തകൾ. US പ്രസിഡന്റായി 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ അവകാശവാദം. US ഭരണഘടനയുടെ 22ാം ഭേദഗതി പ്രകാരം ഒരാൾക്ക് 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനാകില്ല. മ്യാൻമറിനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പം 334 അണുബോംബുകൾക്ക് തുല്യമായ ഊർജ്ജമാണ് പുറത്തുവിട്ടതെന്ന് റിപ്പോർട്ട്. മേഖലയിൽ തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അമേരിക്കൻ ജിയോളജിസ്റ്റിന്റെ മുന്നറിയിപ്പ്. ഭൂകമ്പത്തിൽ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ തുടരുന്നു. ഗസയിലെ കൂട്ടക്കുരുതിയുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ലംഘിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അടുത്ത മാസം 2 മുതൽ 6 വരെ ഹംഗറി സന്ദർശിക്കും. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ICCയുടെ നിർദ്ദേശം അവഗണിച്ച് ഹംഗേറിയൻ പ്രധാനമന്ത്രിയുടെ ക്ഷണത്തിന് പിന്നാലെയാണ് സന്ദർശനം. 2023 നവംബറിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം നെതന്യാഹുവിന്റെ 2ാമത്തെ വിദേശയാത്രയാണിത്. ദ്വീപിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച US അവകാശവാദം തള്ളി ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് നീൽസന്റെ പ്രസ്താവന. ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്ന ഡെൻമാർക്കിന്റെ നടപടിയെ US വൈസ് പ്രസിഡന്റ് വിമർശിച്ചു. വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ ജർമ്മൻ ബഹിരാകാശ റോക്കറ്റ് പൊട്ടിത്തെറിച്ചു. ആളില്ലാത്ത സ്പെക്ട്രം റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആദ്യ യൂറോപ്യൻ ശ്രമമാണ് പരാജയപ്പെട്ടത്. നോർവേയിലെ ആൻഡോയ സ്പേസ് പോർട്ടിൽ നിന്നാണ് ഇസാർ എയ്റോസ്പേസ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ദ്വീപരാജ്യമായ ടോങ്കയിൽ 7.1 തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി. 16 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത്. 170-ലധികം ദക്ഷിണ പസഫിക് ദ്വീപുകൾ ഉൾപ്പെടുന്ന പോളിനേഷ്യൻ രാജ്യമാണ് ടോങ്ക. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷവും ലെബനനിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഹെസ്ബുള്ള. ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഹെസ്ബുള്ള. വെടിനിർത്തൽ കരാർ ലംഘിച്ച് തലസ്ഥാനമായ ബൈറൂത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമാണ് ഹെസ്ബുള്ള നേതാവ് നയീം കാസിമിന്റെ പ്രസ്താവന. ജനകീയ പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ സ്വീഡിഷ് മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് തുർക്കി. ഡാജൻസ് ETC എന്ന പത്രത്തിന്റെ ലേഖകൻ ജോക്കിം മെദിനെയാണ് ഇസ്താംബൂൾ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഭീകരവാദ സംഘടനകളിൽ അംഗത്വം, പ്രസിഡന്റിനെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. യമനിലെ ഹൂതികൾക്കെതിരായ യുദ്ധതന്ത്രങ്ങൾ സിഗ്നൽ ചാറ്റ് ആപ്പിലൂടെ പുറത്തുവിട്ട സംഭവത്തിൽ ഭരണകൂടത്തിലെ ആരെയും പുറത്താക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സണും പെന്റഗൺ മേധാവി പീറ്റ് ഹെഗസ്റ്റിലും തനിക്ക് വിശ്വാസമുണ്ട്. സിഗ്നൽ ചാറ്റ് ഗ്രൂപ്പിൽ ദി അറ്റ്ലാന്റിക് മാഗസിൻ എഡിറ്റർ ജെഫ്രി ഗോൾബർഗിനെ ചേർത്തത് വൻ വിവാദമായിരുന്നു. യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച റഷ്യ. ഖാർക്കീവിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. സൈനിക ആശുപത്രി ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. പൌരന്മാർക്കും പ്രവാസികൾക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ അറിയിച്ച് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ അഹമ്മദ്. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ പെരുന്നാൾ ആശംസിച്ചു. അമീരി ദിവാൻ ഹിസ് ഹൈനസ് അമീർ, ക്രൗൺ പ്രിൻസ്, പ്രധാനമന്ത്രി എന്നിവർക്കും കുവൈത്ത് അമീർ ആശംസകൾ നേർന്നു.
ഈദ് ഉൽ ഫിത്തർ അവധിയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വരെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളിലായി 1.8 ലക്ഷം യാത്രക്കാർ സഞ്ചരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ദുബായ്, കെയ്റോ, ജിദ്ദ, ദോഹ, ഇസ്താംബുൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ. ആമസോൺ സാംസങ് ഗാലക്സി വാച്ച് 7 ഓഫർ 40,000 രൂപയുള്ള വാച്ചിന്റെ വില 34,499 രൂപയായി കുറച്ചു. ഡോളറും യൂറോയും ഇന്ത്യൻ റുപ്പിക്കും ഉള്ളതുപോലെ UAE ദിർഹത്തിനും ഇനി സ്വന്തം ചിഹ്നം. UAEയുടെ കേന്ദ്ര ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് UAE ആണ് ചിഹ്നം അവതരിപ്പിച്ചത്. പുതിയ ഫ്ലേവറിലും ലുക്കിലും എത്തുന്ന ഗോലി സോഡയ്ക്ക് പ്രിയമേറുന്നു. വിപണിയിലെത്തി 1 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ആഗോള വിപണിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഗോലി സോഡ. ഡൊണാൾഡ് ട്രംപിന്റെ ഓട്ടോ താരിഫിൽ തകർന്നടിഞ്ഞ് ലോക വിപണികൾ. അമേരിക്കയുടെ നാസ്ഡാക്ക് സൂചികയിൽ 4% നഷ്ടം നേരിട്ടു. വോഡാഫോൺ ഐഡിയ സ്പെക്ട്രം ലേലക്കുടിശ്ശിക 36,950 കോടി രൂപയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റും. ഇതോടെ 22.6% ഓഹരി ഉണ്ടായിരുന്ന കമ്പനി ഓഹരി 49% വർദ്ധിക്കും. ഓപ്പൺ AI വികസിപ്പിച്ച ജനപ്രിയ AI ചാറ്റ്ബോട്ടായ ഗിബ്ലി സ്റ്റൈൽ ഇമേജ് ജനറേഷൻ ഫീച്ചറിനുള്ള ഡിമാൻഡ് കുതിച്ചുയരുന്നു. ഒരേസമയം ധാരാളം ഉപയോക്താക്കൾ ഉപയോഗിച്ചതിനാൽ സെർവർ തകരാറിലായെന്ന് റിപ്പോർട്ട്. കായിക വാർത്തകൾ. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തോൽവി. രാജസ്ഥാൻ റോയൽസിനോട് 6 റൺസിനാണ് ചെന്നൈ തോറ്റത്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിന് 2ാം ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തകർത്തു. 164 റൺസ് വിജയലക്ഷ്യം ഡൽഹി മറികടന്നത് 24 പന്ത് ബാക്കി നിൽക്കെ. IPL-ൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസ് ഇന്ന് കളത്തിൽ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. കെവിൻ പീറ്റേഴ്സിന്റെയും ഹാഫ് ഡ്യൂപ്ലിസിയുടെയും ബാറ്റിംഗ് ശൈലി അനുകരിച്ച് KL രാഹുൽ. രാഹുലിന്റെ തമാശയ്ക്ക് കൈയടിച്ച് സഹതാരങ്ങളും ആരാധകരും. May, any guesses? I'll do one more. Thank you. ലീഗ് ഫുട്ബോളിൽ ജയത്തോടെ കിരീട പ്രതീക്ഷ നിലനിർത്തി ഗോകുലം കേരള FC. ശ്രീനിധി ഇടക്കാനെതിരെ ഗോകുലത്തിന്റെ ജയം എതിരില്ലാത്ത 1 ഗോളിന്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ FC ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ജിറോണയെ തകർത്തത് 1-4 ഗോളിന്. റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് ഇരട്ട ഗോൾ. തകർപ്പൻ ജയത്തോടെ ആസ്റ്റൺ വില്ല FA കപ്പ് ഫുട്ബോളിന്റെ സെമിയിൽ പ്രിസ്റ്റനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളിന്. മാർക്കസ് റാഷ്ഫോർഡ് ഇരട്ട ഗോൾ നേടി. ചെന്നൈയിൽ നടന്ന പ്രദർശന മത്സരത്തിൽ ബ്രസീൽ ലെജൻസിന് ജയം. ഇന്ത്യ ഓൾ സ്റ്റാർസ് 11 1-2 ഗോളിന് തോൽപ്പിച്ചു. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകളാണ്. കീർത്തി നായകനാകുന്ന സർദാർ 2-വിൽ നിന്ന് പിന്മാറി സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജ. യുവാൻ ശങ്കർ രാജയ്ക്ക് പകരം സാം CS ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകൾ. അജിത് കുമാറിനെ നായകനാക്കി അധിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയിലെ പുതിയ ഗാനം പുറത്ത്. ഗാഡ് ബ്ലസ് യു എന്ന ഗാനം ഇതിനോടകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. വൈറൽ ട്രെൻഡ്സ്. വൈറലായി കൊച്ചുകുട്ടിയുടെ റീൽ വീഡിയോ. കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കുന്ന വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. പുഷ്പയെ അനുകരിക്കുന്ന കൊച്ചുകുട്ടിയുടെ വീഡിയോ വൈറൽ. ഇതിനോടകം നിരവധി പേരാണ് വീഡിയോ കണ്ടത്. ഫാക്ട് ചെക്ക്. തൊഴിൽരഹിതരായ എല്ലാ യുവാക്കൾക്കും ജോലി നൽകുന്ന ഒരു കുടുംബം ഒരു ജോലി പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നു. വിദ്യാഭ്യാസം ലഭിക്കാത്തവർക്ക് 23,000 രൂപ, 8ാം ക്ലാസ് വരെ പഠിച്ചവർക്ക് 32,000 എന്നിങ്ങനെ ശമ്പളത്തെക്കുറിച്ചുള്ള വിവരണം പോസ്റ്റിലുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു പദ്ധതി കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടില്ല. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഈ വിവരം ലഭ്യമല്ല. ലേറ്റസ്റ്റ് ന്യൂസ്.
ഉത്തർപ്രദേശിൽ വാഹനാപകടം, കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 മരണം. ഗുജറാത്തിൽ ഭൂചലനം 3.2 തീവ്രത രേഖപ്പെടുത്തി. പഞ്ചാബിൽ വൻ ലഹരിമരുന്ന് വേട്ട, 150 കിലോ കഞ്ചാവ് പിടികൂടി. ബീഹാറിൽ ചെരുപ്പ് നിർമ്മാണശാലയിൽ തീപിടുത്തം, ആളപായമില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ വാഹനാപകടം, അപകടത്തിൽ 2 പേർക്ക് പരിക്ക്, 2 പേർക്ക് ദാരുണാന്ത്യം. ത്രിപുരയിൽ ജ്വല്ലറിയിൽ വൻ കവർച്ച, 4 പേർ അറസ്റ്റിൽ.